മനുഷ്യരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ കർമ്മങ്ങളുമാണ് അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഈ സ്വഭാവവും പെരുമാറ്റവും പ്രവൃത്തികളും എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്ന് നീ ആദ്യം മനസ്സിലാക്കണം പാർത്ഥ. മനുഷ്യന്റെ ജീവൻ കേവലം 20 ദൃശ്യവും അദൃശ്യവുമായ പദാർത്ഥങ്ങളുടെ സംഗമമാണ് പാർത്ഥ. എന്നാൽ പലപ്പോഴും ഓരോ മനുഷ്യന്റെയും സ്വഭാവവും പ്രവൃത്തികളും വ്യത്യസ്തമാണെന്നും പ്രതീതമാകുന്നുണ്ട്. അതിനുള്ള കാരണം സൃഷ്ടിയിലെ 3 ഗുണങ്ങളാണ്. തമോ ഗുണം, രജോ ഗുണം, മൂന്നാമതായി സത്വഗുണം. ഈ 3 ഗുണങ്ങളും എന്താണ് മാധവ? തമസ് എന്ന വാക്കിനർത്ഥം അന്ധകാരം എന്നാണ്. നന്മയേതെന്നും തിന്മയേതെന്നും ചിന്തിക്കാതെ ജീവിതം നയിക്കുന്നതിനെയാണ് തമോ ഗുണ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇപ്രകാരമാണ് പക്ഷിമൃഗാദികൾ ജീവിക്കുന്നത്. ശാരീരികമായ ഇച്ഛകൾ പൂർത്തീകരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. സത്വം എന്നതിനർത്ഥം എന്താണെന്നാൽ ജ്ഞാനമാകുന്ന പ്രകാശമാണത്. ഒരു വ്യക്തി എല്ലാ പരിതസ്ഥിതിയിലും സത്യവും ധർമ്മവും പാരമ്പര്യവുമെല്ലാം ചിന്തിച്ചുകൊണ്ട് പെരുമാറുകയാണെങ്കിൽ അതിനെയാണ് സാത്വിക ജീവിതമെന്ന് പറയുന്നത്. ഈ 2 ഗുണങ്ങളുടെയും മധ്യത്തിലുള്ള വ്യക്തികളെല്ലാം ജ്ഞാനം പ്രാപ്തമാക്കിയവരാണെങ്കിലും ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങളിൽ ബന്ധനസ്ഥരുമായിരിക്കും പാർത്ഥ. ഇത്തരത്തിലുള്ള മനുഷ്യർ രജസ്, അതായത് അഹങ്കാരപൂർണമായ മനസ്ഥിതിയുമായാണ് ജീവിക്കുന്നത്. തമസിന്റെയും രജസിന്റെയും സാത്വിക ഗുണങ്ങളുടെയും കൂടിയും കുറഞ്ഞുമുള്ള സംഗമത്തിലൂടെയാണ് മനുഷ്യരുടെ സ്വഭാവം രൂപപ്പെടുന്നത്.